ശ്രീ അനൂപ് ജേക്കബ്. സർ, മൂവാറ്റുപുഴ ആറിനെ വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കരുത് എന്നതാണ് എനിക്ക് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ 2024 നവംബർ മാസത്തിൽ വാപ്കോസ് എന്ന കമ്പനിക്ക് സാധ്യതാ പഠനത്തിന് ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുകയാണ് ഈ മീനച്ചിലാർ പദ്ധതിയെ സംബന്ധിച്ച്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ വിഷയം ഈ സഭയിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഈ മീനച്ചിലാർ പദ്ധതി കഴിഞ്ഞ അനവധി ദശാബ്ദങ്ങളുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അത് ഫീസിബിൾ അല്ല, വയബിൾ അല്ല എന്ന നിലയിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അത് പരിപൂർണമായും ഉപേക്ഷിച്ചതാണ്. കാരണം ഇപ്പോഴും വീണ്ടും കുട്ടനാട് വാട്ടർ ബാലൻസ് സ്റ്റഡി നെതർലൻഡ്സ് മിഷൻ 1989 അവർ കൊണ്ടുവന്ന ആ ഒരു റിപ്പോർട്ടിനെ വേറെ രീതിയിൽ പൊടിതട്ടി എടുത്തുകൊണ്ടാണ് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് മുമ്പോട്ട് പോകുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം പല ആവർത്തി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒന്നാണ്. 2007 അന്നത്തെ LDF ഗവൺമെൻറ് മൂലമറ്റം റിസർവോയറിലെ മീനച്ചൽ പദ്ധതിക്കായി സർപ്ലസ് വെള്ളം ഇല്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതാണ്. അധിക വെള്ളം ഇല്ല, അതായത് മൂവാറ്റുപുഴ ആറിൽ നിന്ന് ജലം മീനച്ചിലാറ്റിലേക്ക് കൊണ്ടുപോകാൻ അധിക ജലം ഇല്ല എന്നത് 2007 അന്നത്തെ ഗവൺമെൻറ് തന്നെ കണ്ടെത്തിയ ഒന്നാണ്. പക്ഷേ വീണ്ടും വലിയ സമ്മർദ്ദം വന്നപ്പോൾ 10 അംഗ സമിതിയെ അന്നത്തെ ഗവൺമെൻറ് വീണ്ടും പഠനത്തിന് നിയോഗിക്കുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2008 അന്നത്തെ കമ്മിറ്റി കൂടുതൽ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. 2 മുതൽ 6 കിലോമീറ്റർ വരെ ടണൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുഴയുടെ അടിത്തട്ട് ഖനനം ചെയ്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞു. KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യുതി ഉൽപ്പാദനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന നിലയിൽ അന്നത്തെ ഗവൺമെൻറ് 2008 ഗവൺമെൻറ് 10 അംഗ വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ മൂവാറ്റുപുഴ നദീതടത്തിന് മീനച്ചിലാറ്റിലേക്ക് നൽകാൻ അധിക ജലം ഇല്ല എന്നത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. അതിന് ഓൾട്ടർനേറ്റീവ്സ് അതിനുശേഷം അന്നത്തെ ഗവൺമെൻറ് തന്നെ മുമ്പോട്ട് വെച്ചു. അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് മീനച്ചൽ പുഴയുടെ കൈവഴികളായ തീക്കോയി, പൂഞ്ഞാർ, ചിറ്റാർ മുതലായ പുഴകളെ കേന്ദ്രമാക്കി ചെറുതും വലുതുമായ ഡാമുകൾ, തടയണകൾ മുതലായവ സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഇവിടെ മീനച്ചൽ പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കരുതെന്നുള്ള ആശയമല്ല ഞാൻ പറയുന്നത്. അത് മീനച്ചൽ പ്രദേശത്ത് വെള്ളം കൊടുക്കണം, അതിന് ഓൾട്ടർനേറ്റീവായ മറ്റ് പദ്ധതി കൊണ്ടുവരണം. അല്ലാതെ മൂവാറ്റുപുഴ ആറിലേക്കുള്ള ജലത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ വേറൊരു പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ മൂവാറ്റുപുഴ ആറ് അനവധി തൊടുപുഴ, മൂവാറ്റുപുഴ, പിറവം, കടുത്തുരുത്തി, വൈക്കം അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലെ ചെറുതും വലുതുമായ 60 കുടിവെള്ള പദ്ധതികൾ ഇവിടെ നിന്നാണ് ആരംഭം കുറിക്കുന്നത്. ചേർത്തലയിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള കുടിവെള്ളം പോകുന്നത് ഈ പ്രദേശത്തു നിന്നാണ്. കൊച്ചിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ്. മരടിലേക്ക് വെള്ളം ചെന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്, എറണാകുളം സിറ്റിയുടെ ചില ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ മൂവാറ്റുപുഴ ആറിൽ നിന്നാണ്. ഈ ഈ കുടിവെള്ള പദ്ധതികളെല്ലാം ദോഷകരമായി ഇത് ബാധിക്കുന്നു. പിന്നീട് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇന്ന് ഈ പറയുന്ന ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലായി കിടക്കുന്ന MVP കനാലിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ് മൂവാറ്റുപുഴ ആറാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് ഈ പ്രദേശങ്ങളിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ പ്രാദേശികമായ സൊസൈറ്റികളുടെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സും ഈ MVP കനാലിലൂടെ വേനൽക്കാലത്ത് വരുന്ന വെള്ളമാണ്. അതില്ലാണ്ടാവുന്നു. മൈൻ ഇറിഗേഷൻ്റെ അനവധി ചെറുകിട ജലസേചന പദ്ധതികൾ ഇതിനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലേക്ക് വരുന്നു. സർ, മൂവാറ്റുപുഴ ആറിന് വേനൽക്കാലത്ത് സർപ്ലസ് വെള്ളം ഇല്ല എന്നത് അറിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇനിയൊരു വിദഗ്ധ സമിതിയെ നിയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ വന്ന് വേനൽക്കാലത്ത് നോക്കിയാൽ തന്നെ കാണാം, ഞാൻ ഈ പറഞ്ഞ എല്ലാ കുടിവെള്ള പദ്ധതികൾക്കും പമ്പിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ വേനൽക്കാലത്ത് താൽക്കാലിക തടയണ നിർമ്മിച്ചുകൊണ്ടാണ് പമ്പിംഗ് കാര്യക്ഷമമായി പോകുന്നത്. അപ്പോൾ അധിക വെള്ളം ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. അതിന് വിദഗ്ധ പഠന സമിതിയോ പഠനക്കാരോ ഒന്നും ആവശ്യമില്ല, ഒരു ഫാക്റ്റാണ് സർ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ വലിയ ദോഷകരമായൊരു സാഹചര്യം ആ പ്രദേശത്തുണ്ടാവും. ഒരു വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാവും. ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ പല ആവർത്തി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് അനുകൂലമായൊരു ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂവാറ്റുപുഴ പ്രദേശത്ത്, മൂവാറ്റുപുഴ താലൂക്ക്, കോട്ടയം അടക്കം ഈ പറയുന്ന വൈക്കവും മറ്റ് പശ്ചിമ കൊച്ചി അടക്കം ആലപ്പുഴ ജില്ലകളൊക്കെ വെള്ളം എത്തിക്കുന്ന ഒരു പ്രദേശത്ത് ആ മൂവാറ്റുപുഴ ആറിനെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. മറ്റൊരു പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കുമ്പോൾ മറ്റൊരു പ്രദേശത്തെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാവരുത് എന്നത് ആവർത്തിച്ച് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ സൂചിപ്പിക്കും. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. സാർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ സബ്മിഷൻ
നേരത്തെ തന്നെ പലതവണ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിഷയം തന്നെയാണ്. ഒരു കാര്യം ആമുഖമായി സൂചിപ്പിക്കുന്നത്, മൂവാറ്റുപുഴ ആറിലോ പിറവം പ്രദേശത്തോ ആലപ്പുഴ ചേർത്തല പ്രദേശത്തോ ഒന്നും ലഭ്യമാകുന്ന കുടിവെള്ളത്തിൻ്റെയോ ഇറിഗേഷൻ്റെയോ സാധ്യതകൾക്ക് തടസ്സം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണെന്ന് വരുംകാല ഭാവിയിൽ ചിന്തിക്കത്തക്ക വിധത്തിലല്ല ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറെക്കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള പല വിഷയങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അന്നൊക്കെയുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ കാണേണ്ട ഒരു കാര്യം, മീനച്ചിലാറിനെ സജ്ജമാക്കേണ്ടതും കോട്ടയം ജില്ലയിൽ ഒരു തുള്ളി നീർ കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരും. ഒന്നാം, മീനച്ചിലാറ് സീസൺ ആറാണ്. അത് മഴക്കാലത്ത് മാത്രം ഒഴുകുന്നു, പിന്നെ വെള്ളമില്ലാത്തൊരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അതിന് പല ഓൾട്ടർനേഷൻസും നോക്കി. അങ്ങനെ വെള്ളം കളക്ട് ചെയ്ത് നിർത്താവുന്ന രീതിയിലുള്ള സാധ്യതകളേക്കാൾ ഇവിടെ എടുത്തിരിക്കുന്ന വിഷയം ഞാൻ സൂചിപ്പിക്കാം. അത് തടസ്സങ്ങൾ ഉണ്ടാകാനോ ഏതെങ്കിലും പ്രദേശത്തേക്ക് കൊടുക്കുന്ന ജലത്തിൻ്റെ അളവിൽ കുറവ് വരുത്താനോ ആഗ്രഹിച്ചുകൊണ്ടല്ല. കോട്ടയം ജില്ലയിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായുള്ള പ്രധാന ജലസ്രോതസ്സാണ് മീനച്ചിലാറ്. കാലാകാലങ്ങളായി കാലാവസ്ഥാ വ്യതിയാനവും നിലവിൽ വൻകിട ജലസേചന പദ്ധതികളൊന്നും മീനച്ചിലാറിൽ ഇല്ലാത്തതും വേനൽക്കാലങ്ങളിൽ ഈ ജലദൗർലഭ്യം രൂക്ഷമാക്കുന്നു. ഈ ജലക്ഷാമത്തിന് പരിഹാരമാവുകയാണ് മീനച്ചിൽ നദീതട പദ്ധതി വിഭാവനം ചെയ്തത്. പ്രധാനമായും മീനച്ചിൽ ബേസിനും മൂവാറ്റുപുഴ ബേസിനും ബന്ധിപ്പിച്ച് മൂവാറ്റുപുഴ നദീതടത്തിലെ അധിക ജലം മീനച്ചിൽ ബേസിൽ എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതി. നിലവിൽ KSCBയുടെ മൂലമറ്റം ജലവൈദ്യുതി പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ഇടുക്കി എക്സ്റ്റൻഷൻ സ്കീം 200 മെഗാവാട്ടിന് 4 ജനറേറ്ററുകൾ ഉപയോഗിച്ച് 800 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ സാധ്യതാ പഠനമാണ് വാപ്കോസ് നടത്തിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ പദ്ധതിയിലേക്ക് പോകാനുണ്ടായ കാര്യം. ഇപ്പോൾ മൂലമറ്റത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് 760 മെഗാവാട്ടാണ്. ആ 760 മെഗാവാട്ട് കൂടാതെയാണ് 200 മെഗാവാട്ടിന് 4 ജനറേറ്ററുകൾ വരുന്നത്. ആ ഒരു ലക്ഷ്യം മുൻകാലങ്ങളിൽ ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഇല്ല. അതാണ് കാണേണ്ടതായിട്ടുള്ളത്. 760 മെഗാവാട്ട് ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. എന്നാൽ ഇപ്പോൾ KSCB നടത്തുന്ന ഈ പഠനവും ആരംഭിക്കാൻ പോകുന്ന പദ്ധതിയും അധികമായി 800 മെഗാവാട്ടും കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുന്നു. ഇതാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം 163 m³/s ജലം പുറന്തള്ളുന്നു. ഇങ്ങനെ പുറന്തള്ളുന്ന ജലം തൊടുപുഴയാറിൽ ത്രിവേണി സംഗമത്തിലാണ് എത്തിച്ചേരുന്നത്. രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഡിസ്ചാർജ് 150 m³/s ആണ്. ഈ രണ്ട് സ്കീമുകളും പീക്ക് ടൈമിൽ പ്രവർത്തിക്കുന്നത് 4 മണിക്കൂർ 8 മിനിറ്റാണ്. ഇങ്ങനെ ഒരേ സമയത്ത് രണ്ട് സ്കീമുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തൊടുപുഴയാറിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് 314 m³/s ആണ്. ഈ ഡിസ്ചാർജ് കൂടാതെ നച്ചാർ, വെള്ളിയാർ എന്നിവയിലൂടെ ഒഴുകി വരുന്ന വെള്ളവും കൂടി ചേർന്ന് മലങ്കര ഡാമിലും തുടർന്ന് മൂവാറ്റുപുഴയാറിലും എത്തിച്ചേരുന്നു. ഇങ്ങനെ വരുന്ന അധിക ജലം മീനച്ചിലാറ്റിലേക്ക് തുരങ്ക പദ്ധതി വഴി തിരിച്ചുവിടുകയാണെങ്കിൽ വേനൽക്കാലത്ത് മീനച്ചിലാറിലും ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയും. മേൽ തുരങ്ക പദ്ധതിയുടെ വിശദമായ സാധ്യതാ പഠനം നടത്താൻ വാപ്കോസ് ലിമിറ്റഡിനെ 15/6/24 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ പഠന പര്യവേഷണങ്ങൾ നടത്തിയതിന് ശേഷം ഈ പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിക്കും. അത്തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇറിഗേഷനോ കുടിവെള്ളത്തിനോ ഏതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ ഭാഗമായി കുറവുണ്ടാകാവുന്നൊരു സാഹചര്യം ഇല്ല എന്ന ബോധ്യം നിലവിലുണ്ട്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പഠനം നടത്തുമ്പോൾ ഈ ഇടുക്കിയുടെ എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ 200 മെഗാവാട്ടിന് 4 ജനറേറ്ററും കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യം വരുമ്പോൾ അധികമായി വരുന്ന ജലം പൂർണ്ണമായും മലങ്കരയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ മീനച്ചിലാറിനെയും കൂടി സജ്ജമാക്കാൻ കഴിയുന്നതോടുകൂടി കോട്ടയം ജില്ലയിലെ എല്ലാ പ്രദേശത്തും ശുദ്ധജല ലഭ്യതയും കുടിവെള്ളത്തിലുള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ശ്രീ അനൂപ് ജേക്കബ് ചോദ്യം. സർ, അങ്ങ് പറയുന്ന എല്ലാം സാധ്യതകളാണ്. ഇടുക്കി എക്സ്റ്റൻഷനും 4 ജനറേറ്ററുകൾ അധികം വെക്കുമ്പോൾ കൂടുതൽ ജലം പുറന്തള്ളുമെന്നും അത് ഇങ്ങോട്ട് കടന്നു വരുമെന്നുള്ള സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് അങ്ങ് പറയുന്നത്. പക്ഷേ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു എന്ന് അങ്ങ് പറയാതെ പറഞ്ഞു വെക്കുകയാണ്.
സാറേ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അധിക ജലം ഇപ്പോഴില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ഈ പറയുന്ന എക്സ്റ്റൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോഴൊന്നും ഊഹിച്ചുകൊണ്ട് പറയാൻ കഴിയത്തില്ല സാർ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ചെറുതല്ല. ഇത് ഇപ്പോൾ തന്നെ നിലവിലുള്ള പ്രതിസന്ധി അവിടെ കൂടുതൽ ഉടലെടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സാർ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് പദ്ധതികൾ മീനച്ചൽ പ്രദേശത്തേക്ക് കുടിവെള്ളം അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഓൾട്ടർനേറ്റീവ് പദ്ധതികളെക്കുറിച്ച് ഗവൺമെന്റ് വീണ്ടും പഠനം നടത്തുമോ? ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വയബിൾ ആണെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കും. നമ്മൾ കാണേണ്ടത് എക്കാലത്തും പഠനങ്ങൾക്കൊരു പ്രാധാന്യമുണ്ടല്ലോ. പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി ചിന്തിക്കുന്നത് ഒരു പ്രദേശത്തെയോ ഒരു മേഖലയിലോ ബുദ്ധിമുട്ടിലാക്കാനല്ല. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. മലങ്കരയിൽ ഇപ്പോൾ എക്കലും ചെളിയും എല്ലാം അടിഞ്ഞുകൂടി റിസർവറിൽ കിടക്കുന്നത് എടുത്തു മാറ്റിയെടുത്തതിൻ്റെ 42% അവിടുത്തെ റിസർവർ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നത്. 42%. അപ്പോൾ അത് ഡീസൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അത് ഡീസൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ 42% വാട്ടർ കൂടി അവിടെ കളക്ട് ചെയ്യപ്പെടും. അത് നമ്മൾ നേരത്തെ കാണാതെ പോയൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ശരി, ഇക്കാര്യം കുറേ കൂടി ഗൗരവമായിട്ട് തീർച്ചയായിട്ടും പരിശോധിക്കും. ഇതൊരു പരിശോധനയില്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയല്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യകത നമ്മൾ ഇരു കൂട്ടരും മനസ്സിലാക്കണം. രണ്ടിടത്തും ഒരുപോലെ ആവശ്യമാണെന്ന ബോധ്യം മനസ്സോടുകൂടി ചിന്തിക്കാം. നല്ല രീതിയിലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. മീനച്ചിൽ നദീജല പദ്ധതിയിലൂടെ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനമാണ്. എന്നാൽ അതോടൊപ്പം ഒരു തുള്ളി വെള്ളം ഇപ്പം കൊടുക്കുന്നതിനേക്കാൾ കുറവ് വരുത്തിക്കൊണ്ട് ആ മൂവാറ്റുപുഴയ്ക്കോ പർവ്വത്തിനോ ചേർത്തലയിലോ കുടിവെള്ളത്തിനോ ജലസേചനത്തിനോ ഉള്ള കാര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്.